വായിച്ചു നോക്കുക. അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ശൈത്താൻ, മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാച്, ആ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല, ഒരു മനുഷ്യന്റെ ശരീരം, ആ ശരീരത്തിൽ പിശാച് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മരിച്ചുപോയ ഒരാളുടെ ഖരീൻ, ജിന്ന്, മറ്റൊരാളുടെ ശരീരത്തിൽ കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. എവിടെയാണ് പറഞ്ഞത്? സൽസബീലിലാണ് പറഞ്ഞത്. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി. ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി. ഏത് ലേഖനം? ജിന്ന്, മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഖരീൻ, ജിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം, ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ ഖരീൻ, അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം, സൽസബീൽ എഴുതിയ ലേഖനം മഹാനായ ഉമർ മൗലവി സാഹിബ് വായിച്ചു നോക്കി. തൗഹീദിന്റെ വിളനിലമായ, തൗഹീദിന് വേണ്ടി വാദിച്ച, തൗഹീദിന് വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ ജിന്ന്, ശൈത്താൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെ കുറിച്ചുള്ള ആവേശം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വരയിട്ടുകൊണ്ട് അതിന്റെ ചുവടെ എഴുതി ചേർത്തു. എന്താണ് എഴുതി ചേർത്തത്? ഡോക്ടർ ഉസ്മാൻ, നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി. നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല, നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഇതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, നീ മറുകണ്ഠം ചാടിയിരിക്കുന്നു ഉസ്മാനെ എന്നല്ല ഉമർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത്. നേരെ മറിച്ച് ഉമർ മൗലവി ആ ലേഖനത്തിന്റെ അടിയില് ഒരു വരയിട്ടിട്ട് എഴുതി വെക്കുകയാണ്, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ. മഹാനായ ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് ഉമർ മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു, പിശാചില്ലെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം. ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട്. ഞാൻ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു, എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു, അങ്ങനെ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട് എന്നുകൂടി ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു. ഇതെന്ന് പറഞ്ഞാൽ, ഇതെന്ന് വിശദീകരിച്ചാൽ ചില ആളുകൾ പറയാണ് ജിന്ന് സേവയുടെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനം, ജിന്ന് സേവയുടെ ആളുകളോ, ശൈത്താൻ സേവയുടെ ആളുകളോ നാട് നീളെ കാസറ്റ് പ്രചരിപ്പിക്കുന്നു. എന്തെല്ലാം ആരോപണങ്ങള്! എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്.